ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഇതൊരു വെജിറ്റബിൾ കൊണ്ടാണ് റെസിപ്പി ഉണ്ടാക്കുന്നത്. ചയോട്ടെന്ന് പറയും. ഇതെങ്ങനെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ തൊലി കളയണം. ഒരു ചവർപ്പ് പോലെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അത് മാറ്റുന്നതാണ് നല്ലത്, തൊലി കളയുന്നതാണ് നല്ലത്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സാധനമാണത്. പക്ഷെ എല്ലാവരും ഇത് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ ആലോചിക്കുമ്പോൾ കളയാൻ തോന്നില്ല കേട്ടോ. തൊലി നമുക്ക് മുഴുവനായിട്ട് എടുക്കാം. ഇത് തൊലി കളയുമ്പോൾ ഭയങ്കര പാല് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകുക. അതിൻ്റെ ആ ചവർപ്പൊക്കെ പോകും കേട്ടോ. ഞങ്ങൾ നന്നായി കഴുകി കൊത്തി കഴിഞ്ഞെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിലോട്ടൊരു 3 കപ്പൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലോട്ട് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലോട്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ജാറെടുത്തു. ഒരു മുറിയിൽ പകുതി തേങ്ങ ചിരവിയിട്ടുണ്ട് ഇട്ട് കൊടുക്കാം. ജാറിൽ 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ. ഒരു 4 ചെറിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഈ ചതച്ച് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചയോട്ട് തോരൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വളരെ കഴിച്ചാൽ ഏറ്റവും ഗുണമുള്ളൊരു വെജിറ്റബിൾ കൂടിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. വെറുതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കുവാണെങ്കിൽ. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ.